നമസ്കാരം, പവർ പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ കലാലയങ്ങളിൽ വീണ്ടും ഹിംസയുടെ ആർപ്പുവിളികൾ മുഴങ്ങുകയാണ്. അത് ആരാണ് ആർപ്പുവിളികൾ മുഴക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേരളം ഭരിക്കുന്ന CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SFI തന്നെ. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ അതിക്രൂരമായ റാഗിങ്ങാണ് നടന്നത്. അതും SFIയുടെ നേതാക്കളുടെ പിൻബലത്തിൽ. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 1 വർഷം തികയാൻ പോകുന്നു. ക്രൂരമായ റാഗിങ്ങിന് വിധേയമായി സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന ആരോപണം നിലനിൽക്കുകയാണ്. കേരള ഗവൺമെൻറ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ SFIയുടെ സംഘടന, അവരുടെ മാതൃസംഘടന SFI ആണ്. അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുലാണ് ഈ പൈശാചികമായ സംഭവത്തിന് നേതൃത്വം നൽകുന്നത് എന്നാലോചിക്കുമ്പോൾ കേരളം ലജ്ജിക്കേണ്ടതുണ്ട്, CPM ലജ്ജിക്കേണ്ടതുണ്ട്, SFI ലജ്ജിക്കേണ്ടതുണ്ട്. കലാലയത്തിലെ SFIയുടെ ഇടിമുറികൾ ഒഴിപ്പിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാരിന് ധൈര്യമില്ലേ? കേരള പോലീസിന് ധൈര്യമില്ലേ? ഇടിച്ചു നിരത്തണം ഇത്തരം മുറികൾ. അതാണ് ആർജവമുള്ള ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ ഭരണകൂടമാകട്ടെ ഇത്തരം നേതാക്കളെയും അതുപോലെ തന്നെ അവർക്ക് പിന്തുണ നൽകുന്നവരെയും സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കോട്ടയത്തെ സംഭവം ഇനിയും ആവർത്തിക്കുമോ? SFIക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് തുടരുമോ? ഈ വിഷയമാണ് പവർ പോയിൻ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് KSU നേതാവ് ഗോപു നയ്യാർ, ASF നേതാവ് ആൻഡസ്, അതോടൊപ്പം ABVP നേതാവ് വിഷ്ണു എന്നിവരാണ്. ഗോപു നയ്യാർ, നമുക്കറിയാവുന്നതുപോലെ സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ട് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയിട്ട് 1 വർഷം തികയാൻ പോകുന്നു. അപ്പോഴാണ് വീണ്ടും കേരളത്തെ നടുക്കിയ പൈശാചികമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. KGSNA എന്ന് പറയുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ SFI തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും വേണ്ട. ഈ രാഹുലാണ് ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തത്. ഈ രാഹുൽ കഴിഞ്ഞ തവണ ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇത്തവണ അദ്ദേഹത്തിന് പ്രമോഷൻ നൽകി ജനറൽ സെക്രട്ടറിയാക്കി ഉയർത്തി. ആ ഒരു ധൈര്യത്തിലായിരിക്കണം ഇത്രയും വളരെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ സംഭവം നടക്കുകയും ചെയ്തത്. എന്നിട്ടും യാതൊരു കുറ്റബോധവുമില്ലാതെ പ്രതികൾ വിലസുകയാണ്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ SFIക്കാരെയും ഈ വിദ്യാർത്ഥികളെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെ സംരക്ഷിക്കുന്ന അധ്യാപകരുണ്ട്, അതോടൊപ്പം തന്നെ പോലീസുണ്ട്. എല്ലാം അവർക്ക് കവചമൊരുക്കുമ്പോൾ ഇത്തരം കാടത്തം ആവർത്തിക്കുകയാണ് SFI ചെയ്യുന്നത്. ഇതിനൊരു അറുതി ഉണ്ടാവില്ലേ? എന്ത് ധൈര്യത്തിലാണ് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കുന്നത്, അതോടൊപ്പം കലാലയങ്ങളിലേക്ക് അയക്കുന്നത്? രക്ഷിതാക്കൾ ഭയത്തിലാണ്. ഇതിന് നേതൃത്വം നൽകുന്നതാകട്ടെ SFIയും. അവർക്ക് കടിഞ്ഞാണിടാൻ സാധിക്കാത്ത ഈ ഭരണകൂടം എന്തിനു ഭരിക്കുന്നു? സ്വദേശിയായിട്ടുള്ള സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടിട്ട് 1 വർഷത്തോളമാകുന്ന ഫെബ്രുവരി 18-ന് 1 വർഷം തികയുന്ന വേളയിലാണ് വീണ്ടും നമ്മുടെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനസ്സുകളെ വേദനിപ്പിക്കുന്ന തരത്തിൽ അത്യന്തം ഖേദകരമായിട്ടുള്ള മറ്റൊരു റാഗിങ്ങിൻ്റെ വാർത്ത കൂടി കോട്ടയത്തെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ പോലും നമ്മുടെ മനസ്സുകളെ മരവിപ്പിക്കുന്ന തരത്തിലേക്കാണ് ആ ദൃശ്യം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, KGSNA എന്ന് പറയുന്ന ഇടത് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള നഴ്സിംഗ് സംഘടനയായിട്ടുള്ള അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി രാഹുൽ രാജ് നേതൃത്വം കൊടുത്ത ഒരു ക്രൂരമായിട്ടുള്ള റാഗിങ്ങിന് അവിടുത്തെ ഒരു വിദ്യാർത്ഥി വിധേയമാവുകയാണ്. ആ വിദ്യാർത്ഥിയുടെ ശരീരത്തെ കോമ്പസ് കൊണ്ട് കുത്തുകയും ശരീരത്തിൽ ലോഷനൊഴിക്കുകയും ഡംബിൾസ് ഉൾപ്പെടെയുള്ള ഭാരമേറിയ വസ്തുക്കൾ ആ ശരീരത്തിലേക്ക് വയ്ക്കുകയും തൂക്കിയിടുകയും ഒക്കെ ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് വീണ്ടും ഇത്തരം സംഘടനയിൽപ്പെട്ടവരെ പ്രചോദിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം തങ്ങൾ എന്ത് ചെയ്താലും തങ്ങളെ സംരക്ഷിക്കുവാൻ എല്ലാ തരത്തിലും ഇവിടുത്തെ ഭരണ സംവിധാനമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ തങ്ങൾ ഭരണസ്വാധീനമുള്ളവരാണ് എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ടും ഇത്തരം ക്രിമിനലുകളുടെ വർധനവിന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് കൂടാനുള്ള സാഹചര്യം എന്ന് തന്നെയാണ് KSUവിൻ്റെ നിലപാട്. നമുക്കറിയാം, നമ്മുടെ രോഗചികിത്സയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആരോഗ്യ പ്രവർത്തകരാകേണ്ടവരാണ്, നല്ല അലിവും ആർദ്രതയുമുള്ള ആരോഗ്യ പ്രവർത്തകരാകേണ്ടവരാണ് ഇത്തരത്തിൽ
കോട്ടയത്തെ ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിൽ ക്രൂരമായിട്ടുള്ള ഈ റാഗിങ്ങിന് നേതൃത്വം നൽകിയത് എന്ന് പറയുമ്പോൾ ഇത്തരം ആളുകളുടെ ആ കുപ്പായം, ക്രിമിനൽ കുപ്പായം ഊരിവയ്പ്പിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയും ഉത്തരവാദിത്വവും ഇവിടുത്തെ ഭരണകൂട സംവിധാനത്തിനാണ് എന്ന് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മാസമായി ഈ റാഗിംഗ് നടക്കുകയാണ്. എന്നിട്ടും അവിടുത്തെ അധികൃതർക്ക് ഒരു നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. ഇവിടെ ഈ റാഗിങ്ങിന് വിധേയമായത് ഒരു തോട്ടം തൊഴിലാളിയുടെ മകനാണ്, ഒരു സാധാരണക്കാരനാണ് റാഗിങ്ങിന് വിധേയമായത് എന്ന കാര്യം കൂടി പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. പച്ച മാംസത്തിൽ ബ്ലേഡ് കൊണ്ടുവരിക, അതിനുശേഷം വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ അതിൽ ലോഷൻ ഒഴിക്കുക, ശബ്ദം പുറത്തു കൊണ്ടുവരാതിരിക്കാനായി വായിൽ തുണി തിരുകി കയറ്റുക, രഹസ്യഭാഗങ്ങളിൽ ഡംബിൾ കെട്ടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സംഘടന, അതുപോലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ഈ കേരളത്തിൽ എന്തിനാണ്? വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയോ ഇത്തരം ക്രൂരകൃത്യങ്ങളുടെ ഭാഗമായി മാറുവാൻ വേണ്ടി പാടില്ല എന്ന നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് AISF. നമ്മൾ ആ വീഡിയോയിലെല്ലാം കണ്ടതാണ് എങ്ങനെയാണ് ആ വിദ്യാർത്ഥിയെ ആ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പും സമാനമായ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവമുണ്ട്. അങ്ങനെ സമീപകാലത്ത് നമുക്ക് പറയാൻ വേണ്ടി കഴിയുമെങ്കിൽ വെള്ളയാണി കാർഷിക കോളേജടക്കം VTM ധനുവച്ചേർത്ത VTM NS കോളേജിലടക്കമുള്ള കോളേജുകളിൽ റാഗിംഗ് പോലുള്ള പ്രാകൃതമായ ഒരു സംസ്കാരം വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അതിനെ അംഗീകരിക്കുവാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമല്ല. ഒരു വിദ്യാർത്ഥി സംഘടനയും ഇത്തരത്തിൽ ഇതുപോലെ ഉള്ള ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് AISF എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. അത് AISF ആയാലും KSU ആയാലും ABVP ആയാലും SFI ആയാലും ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമായാലും അത്തരം വിദ്യാർത്ഥി സംഘടനകളൊന്നും അതിൻ്റെ ഭാഗമായി മാറരുത് എന്ന നിലപാട് തന്നെയാണ് ഇതിനകത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച KGSN അടക്കമുള്ള അതിനകത്തുള്ള സംഘടനകളെ സംബന്ധിച്ചുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ അഭിപ്രായം പറയേണ്ടത് ഞാനല്ല, അതിൻ്റെ SFIയുടെ ഘടകമാണ് അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയേണ്ടത്. ഞാൻ ഇന്നലെ ഒരു ചാനൽ ചർച്ച വീക്ഷിക്കുമ്പോൾ അതിനകത്ത് അവരുടെ സംഘടനയുമായി അതിനകത്ത് ബന്ധമില്ല എന്നൊരു അഭിപ്രായമാണ് അവർ പറഞ്ഞത്. ബന്ധമുണ്ടായാലും ഇല്ലെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ ഒരു തരത്തിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നത് ഒരു പുരോഗമന വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഭൂഷണമല്ല എന്ന നിലപാട് തന്നെയാണ് AISFനുള്ളത്. ABVയെ സംബന്ധിച്ചോളം ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഒരു കോളേജുണ്ട്, ധനുവച്ചപുരം VTM NSS. അവിടെയും ഇത്തരത്തിൽ റാഗിംഗ് നടന്ന വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് SFIയെ മാത്രം ഇക്കാര്യത്തിൽ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? നിങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള കോളേജുകളിലും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിനെ കടഞ്ഞാടേണ്ട ചുമതല നിങ്ങൾക്കല്ലേ? ഇപ്പോൾ SFI ആണ് ആരോപണ വിധേയരായിരിക്കുന്നത്, അതും കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് നഴ്സിംഗ് മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം. ഇവിടെ അധ്യാപകരും ഒപ്പം കുറ്റക്കാരാണ്. കാരണം ഇത് കണ്ടാൽ മൂടിവെക്കുന്ന ഈ അധ്യാപകർ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആവർത്തിക്കുന്നത്? അത് ഈ SFIയുടെ ഇടിമുറികൾ ഇടിച്ചു നിരത്താൻ കഴിവില്ലാത്ത പോലീസാണോ കേരളം ഭരിക്കുന്നത്? എന്ത് ധൈര്യത്തിൽ കുട്ടികളെ ഈ SFIക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ക്യാമ്പസുകളിൽ പഠിക്കാൻ അയക്കും? ധനുവച്ചപുരത്തെ റാഗിങ്ങിനെ സംബന്ധിച്ചുള്ള പ്രശ്നം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റപ്പെട്ടൊരു സംഭവമെന്ന് പറയുന്നില്ല. കാരണം അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാമ്പസിൽ SFIക്ക് അല്ലെങ്കിൽ SFIയോട് ആഭിമുഖ്യമുള്ള നിരവധി വിദ്യാർത്ഥികൾ അതിനുള്ളിലുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ അവരുടെ സംഘടനാ പ്രവർത്തനം നടത്താനായിട്ട് അവർ കാലങ്ങളായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് MG കോളേജിലും ചെയ്യുന്നത്. ഈ 2 ക്യാമ്പസുകളിലും അവരുടെ സ്വാധീനമുള്ളതാണ്. അപ്പോൾ ഈ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഉണ്ടായെന്ന് പറയപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അത് അവിടുത്തെ യൂണിറ്റോ അല്ലെങ്കിൽ ആ നഗരമോ അല്ലെങ്കിൽ ജില്ലാ സംവിധാനമോ ഒന്നും അറിയാത്തൊരു പ്രശ്നമാണ്. അതിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ളൊരു തർക്കത്തെ അതിനെ വക്രീകരിച്ച് അതൊരു ABVP ആക്രമണമാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചത് SFI ആണ്, SFIയുടെ നേതാക്കളാണ്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രവർത്തന സ്വാതന്ത്ര്യം. ഈ ജില്ലയിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ SFIക്ക് ABVPയുടെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ടോ? ഏത് ക്യാമ്പസുകൾക്കുള്ളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ഇടിമുറികളാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 വയസ്സിന് മേളിലുള്ള ആൾക്കാരാണ്, അതായത് കാലങ്ങൾക്ക് മുമ്പ് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് ഇന്നും ഈ ക്യാമ്പസ് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. SFIയുടെ ജില്ലാ സമിതി അടക്കം 4-5 കഷ്ടമായിട്ട് വിഭാഗീയതയുടെ വക്കിലത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ പിടിമുറുക്കുന്നത് ഈ പറയുന്നത് പോലെ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന അവരാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരല്ല ഈ സംഘടനയെ നയിക്കുന്നത്. വെറും ഗുണ്ടകളാണ് ഈ സംഘടനയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പൂക്കോട്
അല്ലെങ്കിൽ കോട്ടയം, ഈ കോട്ടയവും പൂക്കോടും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് SFIക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള SFIയുടെ കുത്തക ക്യാമ്പസുകളാണ് ഇതെല്ലാം തന്നെ. ഇപ്പോൾ ആർഷോ പറയുകയുണ്ടായി, ഈ പറയുന്നത് പോലെ അരാജകത്വമാണ് അല്ലെങ്കിൽ അപൊളിറ്റിക്കലായ വിദ്യാർത്ഥികളുടെ ഒരു കാലഘട്ടം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എങ്ങനെയാണ് അതിനെ പറയാൻ സാധിക്കുക? ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ ക്യാമ്പസുകൾ മുഴുവൻ തന്നെ ഈ പറയുന്നതുപോലെ മൃഗീയമായിട്ട് പിടിച്ചടക്കി വെച്ചിരിക്കുന്നത് SFI ആണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഭയം കൊണ്ട് മാത്രമാണ്. ആശയം എന്ന് പറയുന്നതൊന്നും അവർക്കില്ല, അടിസ്ഥാനവും ഇല്ല, നിലവാരവും ഇല്ല. ഈ 3 കാര്യങ്ങളും ഇല്ലാതെ ഭീഷണിപ്പെടുത്താത്ത ആൾക്കാരെ ഇവരെങ്ങനെയാണ് കൊലപ്പെടുത്തുന്നത്? ഇവരെ ആത്മഹത്യ ചെയ്യിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? മാനസികമായിട്ട് തകർത്താണ്. ഒറ്റപ്പെട്ട സംഭവം നമുക്കത് പറയാൻ പറ്റുമോ? സിദ്ധാർത്ഥൻ എങ്ങനെയാണ് മരിച്ചത്? അതേപോലെ യൂണിവേഴ്സിറ്റി കോളേജിൽ തൂങ്ങി മരിച്ചിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ കണ്ടു, ഒരു വീഡിയോ നമ്മൾ കണ്ടു. എത്ര വേദനാജനകമാണത്. ഒരു വിദ്യാർത്ഥിയെ ഈ പറയുന്ന 3-4 ചെറുപ്പക്കാർ, അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതിനെ റാഗിംഗ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, പ്രാകൃതമായ എന്തോ ചടങ്ങാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, ഈ ASFൻ്റെ ഒരു വനിതാ നേതാവിനോട് എന്ത് രീതിയിലുള്ള വർത്തമാനം പറഞ്ഞ ഒരാളാണ് ഇന്ന് ഈ സംഘടനയെ നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ സംഘടനയെ നയിക്കാൻ കെൽപ്പുള്ള ആൾക്കാരാണ് സംസ്ഥാനത്തിരിക്കുന്നത്. അവരുടെ സംസ്കാരത്തിന്, അവരുടെ രീതിക്കും, അവരുടെ ശൈലിക്കും, അവർക്ക് വേണ്ട ചട്ടക്കൂടുകളിൽ അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇന്ന് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് ആർഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ എല്ലാ ജില്ലകളിലും അവരുടെ ജില്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും എല്ലാം അത് ഭംഗിയായിട്ട് അവരുടെ ക്യാമ്പസുകളിൽ, ഇടിമുറികളിൽ നിർവഹിക്കുന്നുണ്ട്. ഈ ASFൻ്റെ കൊല്ലം അഞ്ചലിലെ മണ്ഡലം സെക്രട്ടറിയെ അവർ മൃഗീയമായിട്ടാണ് കൈകാര്യം ചെയ്തത് കഴിഞ്ഞ വർഷം. അതുപോലെ എല്ലാ ക്യാമ്പസുകളിലും ASFന് പോലും അവരുടെ ഭരണകക്ഷിയിലൊരു മുന്നണിയാണ്, അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ അക്രമം ഒഴിച്ചുവിടുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഡിസോൺ കലോത്സവത്തിൽ എന്താണ് സംഭവിച്ചത്. അപ്പോൾ അതിൽ KSUവിൻ്റെ സംസ്ഥാന വക്താവിന് എന്താണ് പറയേണ്ടി വന്നത്? നമ്മൾ പ്രതിഷേധിക്കും. അതുപോലെ തന്നെ അതിലൊട്ടും വിഭിന്നമൊന്നുമല്ല ഈ ജില്ലയിലെ അവസ്ഥ. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABVPയുടെ സംസ്ഥാന ഭാരവാഹികളെ അടക്കം ഈ കഴിഞ്ഞ 4-5 മാസമായിട്ട് മൃഗീയമായിട്ട് SFIയുടെ പ്രവർത്തകർ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വനിതാ സഹപ്രവർത്തകയാണ് ചെമ്പഴന്തി SM കോളേജിൽ മുന്നിലിട്ടിട്ട് ഇന്ന് ജില്ലാ കമ്മിറ്റിയിലിരിക്കുന്ന രേവന്ത് എന്ന് പറയുന്നൊരു SFIയുടെ ക്രിമിനൽ മൃഗീയമായിട്ട് ആക്രമിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു. നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കേസിലെ 5 പ്രതികളിൽ 2 പേർ സ്വഭാവ വൈകൃതത്തിന് കേസ് ചാർജ് ചെയ്തിടും. അവരെ പക്ഷേ പോലീസ് ഒഴിവാക്കി വെറുതെ വിടുകയും ചെയ്തു. അത്തരം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കോട്ടയം SP പറയുന്നത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കുന്നതാണ്. ഹോസ്റ്റൽ വാർഡൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രിൻസിപ്പൽ തന്നെയാണ് ഹോസ്റ്റൽ വാർഡൻ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനയോടൊപ്പം തന്നെ ഈ അധ്യാപകരും ഇക്കാര്യത്തിൽ കുറ്റക്കാരല്ലേ? പ്രത്യേകിച്ച് ഈ തീവ്ര ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന അധ്യാപകരുണ്ട്, SFIയെ അന്ധമായി പിന്തുണയ്ക്കുന്ന അധ്യാപകരുണ്ട്. ഈ അധ്യാപകരാണ് SFIയുടെ ക്രിമിനൽ സംഘങ്ങളെ കലാലയങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് എല്ലാ സംരക്ഷണവും നൽകുകയും ചെയ്തത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ഡീനാണ് ഇത്തരം തെമ്മാടി കൂട്ടങ്ങളെയും അക്രമികളെയും സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തത്. ഈ ഇടതുപക്ഷ അല്ലെങ്കിൽ CPMൻ്റെ അധ്യാപക സംഘടന ഇക്കാര്യത്തിൽ കുറ്റക്കാരല്ലേ? അതോടൊപ്പം CPM സംസ്ഥാന നേതൃത്വം SFIയെ അങ്ങ് വിട്ടിരിക്കുകയാണ് അഴിഞ്ഞാടാനായിട്ട്. അവരെന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ SFI പോകുമ്പോൾ ഒരു ഗുണ്ടാ സംഘമാണ്, തങ്ങളെ CPM സംരക്ഷിച്ചോളും എന്ന ആത്മവിശ്വാസം, പോലീസൊന്നും ചെയ്യില്ല എന്ന ആത്മവിശ്വാസമല്ലേ തുടർച്ചയായി SFIയുടെ ഇത്തരത്തിലുള്ള ക്രിമിനൽ വൽക്കരണത്തിന് കാരണം? 3 മാസത്തോളമായി കോട്ടയത്തെ ആ ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിൽ 3 മാസത്തോളമായി ജൂനിയർ വിദ്യാർത്ഥികളെ ഇവരുടെ നേതൃത്വത്തിൽ SFI നേതാക്കളുടെ SFI ഇടതുപക്ഷ ഈ നേഴ്സിംഗ് അസോസിയേഷനിൽ പെട്ടവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും അവിടുത്തെ ജീവനക്കാരും മറ്റുള്ളവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നോക്കി നിൽക്കെ 3 മാസത്തോളമായി ക്രൂരമായിട്ടുള്ള വലിയ പീഡനങ്ങൾക്ക്, ഒരുപക്ഷെ എന്തു പറയാൻ നമുക്ക് സാധിക്കുക, ഭീകര സംഘടനകളുടെ പീഡന മുറകൾക്ക് സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ അവിടെ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുവാൻ അവിടുത്തെ അധ്യാപകരോ ജീവനക്കാരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. കാരണം അതിനകത്ത് നമുക്കറിയാം, അത് കോട്ടയത്ത് മാത്രമല്ല പല ക്യാമ്പസുകളിലും സിദ്ധാർത്ഥൻ മരിക്കുമ്പോൾ പോലും നമ്മൾ ചർച്ച ചെയ്തതാണ്, ഇനിയൊരു സിദ്ധാർത്ഥൻ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ചർച്ചകൾ അത് മാധ്യമങ്ങളായിക്കോട്ടെ പൊതുസമൂഹമായിക്കോട്ടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം സിദ്ധാർത്ഥൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞത്, ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ കോട്ടയത്തെ ഈ വീഡിയോ കണ്ടതിന് പോലെ തന്നെ സിദ്ധാർത്ഥൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കേരളം ഇടത് ഭരിക്കുമ്പോൾ ഇടതുപക്ഷ ഭരണത്തിന് കീഴിലുള്ള ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാർ തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞത്, ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലേക്ക് ഒരു തുള്ളി വെള്ളമെങ്കിലും കടന്നു പോയിട്ട്
3 ദിവസമാകുന്നു. ഒരു തുള്ളി വെള്ളം പോലും നൽകാതെ ആ ചെറുപ്പക്കാരനെ അതിക്രൂരമായിട്ടുള്ള റാഗിങ്ങിന് വിധേയമാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് അന്ന് ഈ പറയുന്ന SFIയുടെ നേതാക്കളാണ്. അവരെ സംരക്ഷിച്ചതാരാ? അവിടുത്തെ കോളേജിലെ ബന്ധപ്പെട്ട അധികാരികളാണ്. അവരിപ്പോൾ എല്ലാ നിയമത്തിൻ്റെ എല്ലാ സാധുതകളും ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് കോളേജിലേക്ക് പരീക്ഷ ഉൾപ്പെടെ എഴുതുവാനുള്ള തയ്യാറെടുപ്പ്, പരീക്ഷ എഴുതി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പോകുന്നുണ്ട്. അത് പല ക്യാമ്പസുകളിലും, അത് പൂക്കോട് വെറ്റിനറി സർവകലാശാല ആയിക്കോട്ടെ, കോട്ടയത്തെ ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജ് ആയിക്കോട്ടെ, നമ്മൾ ഈ നിൽക്കുന്ന തിരുവനന്തപുരത്ത് പോലും പല ക്യാമ്പസുകളിലും നമുക്കറിയാം. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ പോലും നിരന്തരമായിട്ട് വിദ്യാർത്ഥികൾ റാഗിങ്ങിന് വിധേയമാവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്കറിയാം ഒരു അംഗവൈകല്യനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ക്രൂരമായിട്ടുള്ള ഇവിടുത്തെ SFIയുടെ യൂണിയൻ റൂം എന്നറിയപ്പെടുന്ന ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായിട്ടുള്ള റാഗിങ്ങിന് വിധേയമാകപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും മറ്റൊരു വിദ്യാർത്ഥിക്ക്, ആ വിദ്യാർത്ഥിയുടെ സുഹൃത്തായിട്ടുള്ള വിദ്യാർത്ഥിക്ക് ഇതേ സമാനമായിട്ടുള്ള സംഭവം അനുഭവപ്പെടുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ വാർത്ത പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത്. കാരണം വിദ്യാർത്ഥികൾ എന്തിന് പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഈ SFI എന്ന് പറയുന്ന ഒരു മനോവൈകൃതം ബാധിച്ച ഈ സംഘടനയിൽപ്പെട്ടവരെ ഭയപ്പാടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ തങ്ങളെ സംരക്ഷിക്കുവാൻ ഇവിടെ ഒരു ഭരണകൂട സംവിധാനമോ അല്ലെങ്കിൽ തങ്ങളെ സംരക്ഷിക്കുവാൻ അധ്യാപക സമൂഹമോ ഇല്ല എന്നുള്ള തിരിച്ചറിവാണ് ഒരു പക്ഷേ ഇതിന് വിധേയമാകപ്പെടുന്ന വിദ്യാർത്ഥികളെ ഇത് പുറത്തേക്ക് പറയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നയ്യാർ സൂചിപ്പിച്ചതുപോലെ പോലീസിന് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതവർ നിർവഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇപ്പോൾ താങ്കളുടെ സർക്കാരാണ്, അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടുന്ന മുന്നണിയുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ സർക്കാരും ഇക്കാര്യത്തിൽ തുല്യ ഉത്തരവാദികളാണ്. SFIയെ കയറൂരി വിട്ടിരിക്കുകയാണ് CPM. അവരെ കയറൂരി വിട്ട് നിങ്ങളുടെ മേലും അവർ ചാടിക്കയറുകയും നിങ്ങളെ മർദ്ദിക്കുകയും നിങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് എല്ലാ ക്യാമ്പസുകളിലും SFI സ്വീകരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിനെതിരെ ഒരു പ്രസ്താവനയിൽ ഒതുക്കാതെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ASFന് കഴിയുന്നുണ്ടോ? ഇത്തരം ASF ഒരു കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ SFIയെ ഒരു പരിധിവരെ SFIയെ അടക്കി നിർത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നിലപാട് ASF മുന്നണിയിലും സ്വീകരിക്കുന്നില്ല, പുറത്തും സ്വീകരിക്കുന്നില്ല എന്നതല്ലേ വാസ്തവം. നിലവിൽ ഈ കോട്ടയത്തെ നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട അതിനകത്ത് പ്രതികളും സംശയിക്കുന്ന അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ആരെങ്കിലും സ്വീകരിച്ചു എന്നൊരു അറിവ് ഇതുവരെയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഞങ്ങൾ എല്ലാ കാലത്തും ഇപ്പോൾ SFIയുമായി ബന്ധപ്പെട്ട വിഷയമായി കഴിഞ്ഞാലും മറ്റ് പൊതു വിഷയങ്ങളായി കഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തെ വിഷയങ്ങളായി കഴിഞ്ഞാലും തന്നെ കൃത്യമായ അഭിപ്രായം പറയുന്ന സംഘടനയാണ്. അത് പറയേണ്ട രൂപത്തിൽ തന്നെ ആ കാര്യത്തിനകത്ത് കൃത്യമായി അഭിപ്രായം പറയുന്ന സംഘടന തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം ഈ ഒരു റാഗിങ്ങിനെ സംബന്ധിച്ചുള്ള വിഷയമാണ്. അതിനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ച് KGSNA എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായി അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിനകത്ത് മറുപടി അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് SFI ആണ്. അത് അവർക്ക് വിട്ടുകൊടുത്തിരിക്കും. അവരാണ് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പറയേണ്ടത് എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ 5 വിദ്യാർത്ഥികൾ ഇതിനകത്ത് പങ്കാളിയായി എന്നുള്ള രൂപത്തിൽ പറയുന്നു. ഏതാണ്ട് 5 വിദ്യാർത്ഥികൾ ഇവർക്കെതിരായി മൊഴി കൊടുത്തു എന്നുള്ള ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ SFI ആണ് KGSNA. അവിടുത്തെ KGSNAയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഈ രാഹുൽ. ഇതിനപ്പുറം എന്താണ് SFIക്ക് ഇതിൽ ബന്ധമില്ലെന്ന് പറയാൻ കാരണം? പെടുത്താൻ ആഗ്രഹിക്കുക. ഈ പറയുന്ന രാഹുൽ രാജ് എന്ന് പറയുന്നത് വണ്ടൂരിലെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് SFIയുടെ. ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്നതിന് പുറമെ വണ്ടൂരിലെ SFIയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്. ഈ പറയുന്നവർക്ക് SFIയുമായിട്ട് ബന്ധമില്ല എന്ന് നിങ്ങളുടെ ഒരു മുന്നണിയിലെ ഒരു കക്ഷി എന്നുള്ള നിലയിൽ അതിനെ അപ്പാടെ വിഴുങ്ങരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുക. ഞാൻ വളരെ കൃത്യമായ കാര്യങ്ങൾ സൂചിപ്പിച്ചു. മുന്നണിയിലെ ഒരു കക്ഷി എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള രൂപത്തിൽ ഒരു സംഘടനയ്ക്കും അല്ലെങ്കിൽ ഒരു സംഘടനയുടെയും കാണിക്കുന്ന കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിക്കാതെ AISF ഒരു കാലഘട്ടത്തിലും കടന്നു പോയിട്ടില്ല. വളരെ കൃത്യമായി തന്നെ നിലപാട് പല ഘട്ടങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ സംഘടനയുടെ പേരാണ് AISF. പക്ഷേ AISFിൻ്റെ നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞു. ഈ വണ്ടൂരത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണോ ഇദ്ദേഹം എന്നുള്ള കാര്യം സംബന്ധിച്ച് എനിക്ക് ധാരണയില്ല. ഈ KGSNയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടത് SFI ആണ്. ഞാൻ നേരത്തെ ഇവിടെ വരുമ്പോൾ ഞാൻ സൂചിപ്പിച്ച ചർച്ചയിൽ ആ സംഘടനയുടെ പ്രതിനിധി ഉണ്ടാവും എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞാൻ അവിടെ വന്നത്. അതിനകത്ത് ഞാനല്ല അഭിപ്രായം പറയേണ്ടത്. ഒരു പക്ഷേ ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഇവരുടെ സംഘടനയുമായി അതിനകത്ത് ബന്ധമുണ്ട് എങ്കിൽ അതിനകത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവരുടെ ആ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അത് അതുപോലെ KGSNA അതിൻ്റെ പത്രക്കുറിപ്പ് അടക്കം പുറത്തിറക്കിയിട്ടുണ്ട്. അവരെ ആ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഈ 5 വിദ്യാർത്ഥികളെയും പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നത് അതല്ല. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഇത്ര ക്രൂരമായ സംഭവങ്ങൾ എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നു?
അതിനകത്ത് AISFൻ്റെ കൃത്യമായ നിലപാട് സംസ്ഥാന കമ്മിറ്റി അതിനകത്ത് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് AISFൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇത്തരം റാഗിങ് ഏതാണ്ട് 2 വർഷത്തോളം പിഴ അല്ലെങ്കിൽ തടവ് ലഭിക്കേണ്ട ഒരു കുറ്റകൃത്യമാണ്. 10,000 രൂപ പിഴ അടയ്ക്കേണ്ട ഒരു കുറ്റകൃത്യമാണ് റാഗിങ്. ആ റാഗിങ് ഇത്തരം കേസുകൾ വന്നതിന് ശേഷം അതിൻ്റെ പിന്നീടുള്ള പശ്ചാത്തലം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ കാലതാമസമുണ്ട്. അതിനകത്ത് പല ഈ റാഗിങ് നേരിട്ട വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ എന്താണ് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഗൗരവത്തോടുകൂടി ഈ പറയപ്പെടുന്ന ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് AISFൻ്റെ അഭിപ്രായം. കേരളത്തിൽ നടക്കില്ല എന്ന് പറയുമ്പോഴും കേരളത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നതായിട്ട് SFI. അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ക്യാമ്പസുകളിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അത് തടയാൻ SFI കഴിയുന്നില്ല. അതിന് നേതൃത്വം നൽകുന്നവരെ SFI പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ASFന് ഇക്കാര്യത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയും ഒരു മുന്നണിയിലെ കക്ഷി എന്ന നിലയിൽ. പക്ഷേ അത്തരം ഒരു സമീപനം പ്രസ്താവനകളിൽ മാത്രം ഒതുക്കാതെ എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കണം. കാരണമെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പോലും നിങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല SFI. ഞാൻ ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇത് SFIയുടെ നിലപാട് പറയേണ്ട ആളല്ല ഞാൻ വളരെ കൃത്യമായി പറയുന്നു. അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വീഴ്ചകൾ SFIയുടെ നിലപാട് പറയണ്ട. ASFന് പറയാലോ SFIയുടെ നിലപാട് തെറ്റാണ്, SFI ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് പറയാലോ. ASFന്റെ നിലപാട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI അല്ല ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമായി കഴിഞ്ഞാലും വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന അടക്കമുള്ള വിദ്യാർത്ഥികളെ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു പുരോഗമന വിദ്യാർത്ഥി പ്രവർത്തനങ്ങൾക്ക് യോജിച്ചതല്ല എന്ന നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് AISF. അതിനകത്ത് ഇപ്പോൾ 1-2 വിഷയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഇതിനകത്തൊന്നും വിദ്യാർത്ഥി സംഘടനയുടെ ബന്ധമില്ലാത്ത ഒരുപാട് റാഗിങ് സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന SFI ആണ് കുഴപ്പം, അല്ലെങ്കിൽ KSU, AVP, AISF, MSF ഒക്കെയാണ് കുഴപ്പമെന്ന് പറഞ്ഞു പോകുന്നതല്ല അതിനകത്തുള്ള കാര്യം. അതിനകത്ത് ക്രിയാത്മകമായി ഇതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. അതിനകത്ത് ഞാൻ പറഞ്ഞത് നിയമപരമായി അവർക്ക് ലഭിക്കേണ്ട ഇത് നീതി വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തേണ്ടതെന്നുള്ളതാണ് AISFൻ്റെ നിലപാട്. വിഷ്ണു, ഇവിടെ അതാണ് ഒരു ഭാഗത്ത് SFI ആണ് എല്ലാ കാര്യങ്ങളിലും. അതായത് അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള കോളേജുകളിൽ ആണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ മറ്റു വിദ്യാർത്ഥി സംഘടനകളെല്ലാം തുല്യ ശക്തികളുള്ള കോളേജുകളിൽ ഇത്തരം കിരാതമായ മനുഷ്യത്വപരമായ റാഗിംഗ് ഒന്നും നടക്കുന്നില്ല. ഇവിടെ 3 മാസമായിട്ട് തുടർച്ചയായി റാഗിംഗ് നടക്കുന്നു. പക്ഷേ വിദ്യാർത്ഥികൾക്ക് പരാതിപ്പെടാൻ ഭയമാണ്, SFIയെ ഭയമാണ്, പോലീസിനെ ഭയമാണ്. അതായത് SFIക്കെതിരെ ഇവിടെ ഗോപു നായർ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം കാര്യവട്ടം കോളേജിലെ കാര്യം, പരാതി പോലും FIR പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാത്ത ഒരു പോലീസ്. ഇത്തരത്തിൽ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴാണ് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ട എന്ന നിലപാട് കൂടുതൽ ശക്തിയാർജിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിലെനിക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ASFൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞതുപോലെ അവർ പ്രതിഷേധിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ കൃത്യമായിട്ട് അവർ സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് വളരെ ശരിയാണ്. കഴിഞ്ഞ ജൂലൈയിലും ഈ മുഖ്യമന്ത്രിയോട് ഇവർ ചോദിച്ചിരുന്നു, നിങ്ങൾ ഇരയുടെ പക്ഷത്താണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേട്ടക്കാരൻ്റെ പക്ഷത്താണോ? അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യവട്ടത്ത് നടന്ന ആ ക്രമസംഭവങ്ങളോട് ബന്ധപ്പെട്ട്, അതേപോലെ നാദാപുരത്ത്, അതേപോലെ കൊയിലാണ്ടി. ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇരയുടെ പക്ഷത്താണോ വേട്ടക്കാരൻ്റെ പക്ഷത്താണോ ചോദ്യത്തിനോടൊപ്പം തന്നെ ഇന്ന് കോട്ടയത്ത് നഴ്സിംഗ് കോളേജിലേക്ക് SFI കൂടി മാർച്ച് നടത്തിയിരിക്കുകയാണ്. ഇരയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് മാർച്ച് നടത്തുന്നത്. പക്ഷേ വേട്ടക്കാരും ഇവർ തന്നെയാണ്. ഇതാണ് SFI. സ്വാഭാവികമായിട്ട് വൈരുദ്ധ്യമാണ് അവരുടെ. നമുക്കറിയാമല്ലോ, നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഇന്നലെ പുറത്താക്കി, ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ സ്ഥിരം പല്ലവികൾ അവർക്കുണ്ട്. ഇപ്പോൾ അതിനൊപ്പം വന്നിട്ട് കൂട്ടുചേർന്നിട്ട് ആ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയില്ലെങ്കിൽ എന്താണ്, കുറച്ചെങ്കിലും ആൾക്കാരിൽ ഇപ്പോൾ അവർ പറയുന്നുണ്ട് SFI ആ ക്യാമ്പസിലില്ല, അരാജകത്വമാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ, ഇത് പരപ്പിലുള്ള ഒരു എന്താണ്, വേണ്ടുന്ന ആൾക്കാർക്ക് മാത്രം കുറച്ച് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് നമ്മൾ ആലോചിക്കുക, അത് ഈ സംഘടനയെ ഈ കാലഘട്ടത്തിൽ പ്രസക്തിയില്ലാത്തൊരു അപ്രസക്തമാണ്. അവരുടെ ആശയങ്ങളാവട്ടെ, അവരുടെ നേതൃത്വമാവട്ടെ. ഞാൻ നിസ്സാരമായിട്ട് ചോദിക്കുകയാണ്, നമ്മളൊരു കലാലയത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയിലേക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ അതിൻ്റെ ഭാഗമാകുന്നത്? അവിടെ പ്രാതിനിധ്യം വരുന്നത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തനം കണ്ടിട്ടാണ്. അല്ലെങ്കിൽ അവരെന്താണ് ആ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കായിട്ട് വിഭാവനം ചെയ്യുന്നത്, അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവരുടെ ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ പ്രസൻസ് എങ്ങനെയാണ്, അതേപോലെ അവരെന്താണ് സമൂഹത്തിന്, സൊസൈറ്റിക്ക് എന്താണ് ചെയ്തു കൊടുക്കുന്നത്. ഇതൊന്നും ചെയ്യാനായിട്ടില്ലാത്ത പക്ഷം എന്ത് ചെയ്യാൻ പറ്റും?
സാന്താമോണിക്കയെ പോലുള്ള വലിയ കുത്തക കമ്പനികൾക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് SFIക്കും ഈ പറയുന്ന അവരുടെ ഈ CPMൻ്റെ സർക്കാരിനും പിണറായി വിജയനൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് ഈ സംസ്ഥാനം വിട്ട്, കേരളം വിദ്യാസമ്പന്നരുടെ നാടാണ് പറയുമ്പോൾ തന്നെ ഈ സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വിദ്യാർത്ഥികൾ കുത്തഴുകുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇവരെ മടുത്തിട്ടാണ്. ഇതിൽ ഒറ്റപ്പെട്ട സംഭവമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനറലി എല്ലാ സ്ഥലങ്ങളിലും അക്രമം നടക്കുമെന്ന് പറയാൻ പറ്റില്ല. SFI എന്ന് പറയുന്ന ഒരു ക്രിമിനൽ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയെ മടുത്തിട്ട് അതിൽ മനമെടുത്ത് അതിൽ ഭയപ്പെട്ടിട്ടാണ് ഇന്ന് പലരും പഠിത്തം വരെ നിർത്തിയ ആൾക്കാരുണ്ട്. ഞങ്ങളിവിടെ പല ക്യാമ്പസുകളിലും കാര്യവട്ടം അടക്കം യൂണിവേഴ്സിറ്റി കോളേജ് അടക്കം പല ക്യാമ്പസുകളിലും ചെല്ലുമ്പോൾ വിദ്യാർത്ഥികൾ ഭയത്തോടെയാണ് ഇവരെ പറ്റി പറയുന്നത്. പ്രവർത്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ്. അവരെ വേറൊരു സംഘടനയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊലപ്പെടുത്തും, അല്ലെങ്കിൽ റാഗ് ചെയ്യും. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ക്യാൻറ്റീനിലാവട്ടെ ക്ലാസ് മുറികളിലാവട്ടെ അവരെ കളിയാക്കുക, അവരെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുക. SFIക്ക് പല രീതിയിലുള്ള പീഡന മുറകളുണ്ട്. ഇതിൽ നമ്മൾ നീതിയാണോ പ്രതീക്ഷിക്കുന്നത്? ഇതിലെന്താണ് ഇവരിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഈ പറയുന്ന സർക്കാർ തന്നെയാണ് ഇവർക്ക് കുട പിടിച്ചു കൊടുക്കുന്നത്? ഈ സർക്കാർ കാണിച്ചിട്ടുള്ള എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന പാർട്ടി വിഭാവനം ചെയ്ത് ഉണ്ടാക്കുന്ന ആരെയൊക്കെയാണ്? കണ്ണൂരിൽ നിന്ന് നമുക്ക് ഇവരുടെ പാർട്ടിയുടെ അണികളായിട്ടുള്ള ആൾക്കാർ, പ്രധാനപ്പെട്ട ആൾക്കാർ ഇന്ന് കേരളത്തിൽ പ്രധാനമായിട്ട് എന്താണ് ഈ സ്വർണം കടത്തുന്ന ആൾക്കാരൊക്കെയാണ്, പാർട്ടിയുടെ സംഭാവനയാണ്. അതേപോലെ പ്രധാനപ്പെട്ട ക്രിമിനലുകളെല്ലാം പാർട്ടിയുടെ സംഭാവനയാണ്. ഇന്ന് കേരളത്തിലെ ഈ പറഞ്ഞ കൊട്ടേഷൻ ഗ്യാങ്ങുകളാവട്ടെ അധോലോകമാവട്ടെ എല്ലാം ഈ പറയുന്ന CPMൻ്റെ സംഭാവനയാണ്. അവരാണ് അന്നും ഇന്നും എല്ലാം ഈ പറയുന്നത് പോലെ ഗുണ്ടകളുടെയും ഗുണ്ടായുസത്തിൻ്റെയും എല്ലാം ഒരു സംരക്ഷകരാണ്. അല്ലെ അവർക്ക് പാർട്ടി നിലനിൽക്കാൻ ഇത്തരത്തിലുള്ള ആൾക്കാർ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അതിനോട് യോജിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? ലഹരി നിയന്ത്രിക്കണം, SFIയെ നിയന്ത്രിക്കണം. ഈ സംഘടനയെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് വഷളാവും. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വീണ്ടും സജീവമാവുകയാണ്. SFI ആണ് ഈ കലാലയങ്ങളിൽ റാഗിങ്ങിന് നേതൃത്വം നൽകുന്നത്. കോട്ടയത്ത് നടന്ന സംഭവം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. ഇത്തരത്തിൽ റാഗിങ്ങിന് നേതൃത്വം നൽകുന്ന SFI നേതാക്കളെ എന്തുകൊണ്ട് ഈ സംഘടന സംരക്ഷിക്കുന്നു? ഈ സംഘടനയെ എന്തുകൊണ്ട് CPM സംരക്ഷിക്കുന്നു? ഇതാണ് കേരള ജനത ഉയർത്തുന്ന ചോദ്യം. ഇതിന് മറുപടി പറയേണ്ട ബാധ്യത CPMനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. പവർ പോയിന്റ് സമാപിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.